പോട്ട ബാങ്ക് കൊള്ളക്കേസ് പ്രതി റിജോ ആന്റണിയിൽ നിന്ന് കൊള്ള മുതലിലെ 12 ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തു. പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ബാങ്ക് കൊള്ള നടന്ന് 36 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സമർത്ഥമായ അന്വേഷണത്തിലൂടെയാണ്. പിടിക്കപ്പെടുന്ന നിമിഷം വരെ താൻ സുരക്ഷിതനാണ് എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി റിജോ ആന്റണി. പോലീസിന് പ്രതിയെ പിടിക്കാനാകില്ല എന്ന് ഇയാൾ പരിചയക്കാരോട് വീമ്പിളക്കുകയും ചെയ്തിരുന്നു. ആ മരമണ്ടൻ മാനേജർ ഞാൻ കത്തി ചൂണ്ടിയപ്പോഴേ മാറി നിന്നു തന്നു. പോട്ട ബാങ്ക് കൊള്ളക്കേസ് പ്രതി റിജോ ആന്റണി ബാങ്ക് മാനേജരെ പറ്റി ചോദ്യം ചെയ്യലിനിടയിൽ പറഞ്ഞതാണിത്. പ്രത്യേക മാനസിക നിലയിലുള്ള പ്രതി താൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറ്റകൃത്യത്തിന്റെ കൃത്യതയെപ്പറ്റിയുള്ള അഭിമാനബോധത്തിലാണ് ഇപ്പോഴും. പിടിക്കപ്പെട്ടെങ്കിലും എന്നാൽ തൊട്ടു പിന്നാലെ പൊട്ടിക്കരയുന്ന പ്രതിയുടെ ദൃശ്യവും പുറത്തു വന്നു. അങ്ങേയറ്റം ആത്മവിശ്വാസമുണ്ടായിരുന്നു റിജോയ്ക്ക്. ഒരിക്കലും പിടിക്കപ്പെടാത്ത അത്ര സൂക്ഷ്മ ശ്രദ്ധയോടെയാണ് താൻ കുറ്റകൃത്യം നടപ്പാക്കിയതെന്ന പരിപൂർണ വിശ്വാസം. പക്ഷേ വെബ് സീരീസുകൾ കണ്ട് തയ്യാറെടുത്ത ആ ക്രിമിനൽ ബുദ്ധി പോരായിരുന്നു കേരള പോലീസിനെ കബളിപ്പിക്കാൻ. വെറും ഒരു കൊച്ചു കത്തിയുടെ മാത്രം ബലത്തിലാണ് പട്ടാപ്പകൽ ബാങ്ക് കൊള്ളയടിക്കാൻ റിജോ ആന്റണി വൻ ആസൂത്രണം നടത്തിയത്. ആഴ്ചകൾക്ക് മുൻപേ തയ്യാറെടുപ്പ് തുടങ്ങി. കേടായ ATM കാർഡുമായി പണം പിൻവലിക്കാനാകുന്നില്ല എന്ന പരാതി പറയാനെന്ന മട്ടിൽ ബാങ്കിൽ പലവട്ടം എത്തി. ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു. ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയവും ബാങ്കിൽ ഇടപാടുകാർ ഏറ്റവും കുറവുള്ള സമയവും മനസ്സിലാക്കി. CCTV ക്യാമറകൾ എവിടെയെല്ലാം എന്ന് നോക്കിവെച്ചു. ക്യാമറയിൽ പതിയാത്ത ഇടങ്ങൾ മനസ്സിലുറപ്പിച്ചു. അടുത്തുള്ള പോട്ടപ്പള്ളിയിൽ കുർബാനയില്ലാത്ത 2-ാം വെള്ളിയാഴ്ച അല്ലെങ്കിൽ 3-ാം വെള്ളിയാഴ്ച ഉച്ചനേരം കൊള്ളയ്ക്ക് നല്ല സമയമെന്ന് നിശ്ചയിച്ചു. ശരീരം മുഴുവൻ മൂടുന്ന ജാക്കറ്റും പാൻസും ഹെൽമറ്റും ധരിച്ച് നോട്ടുകെട്ടുകൾ ഇട്ടുകൊണ്ടുപോകാൻ ബാഗും തോളിൽ തൂക്കി സ്വന്തം വാഹനമായ TVS എൻടോർക്ക് സ്കൂട്ടറിലാണ് പ്രതി കൊള്ളയ്ക്കെത്തിയത്. മറ്റൊരു വാഹനത്തിൽ നിന്ന് മോഷ്ടിച്ച നമ്പർ പ്ലേറ്റ് സ്കൂട്ടറിൽ ഘടിപ്പിച്ചു. സ്കൂട്ടറിന്റെ റിയർ വ്യൂ മിററുകൾ ഇളക്കി മാറ്റുകയും ചെയ്തു. ഇതോടെ വാഹനം പൂർണ്ണമായി രൂപമാറ്റം വരുത്തിയെന്നായിരുന്നു പ്രതിയുടെ ധാരണ. അവിടെയാണ് അയാൾക്ക് ആദ്യം തെറ്റിയത്. TVS എൻടോർക്ക് സ്കൂട്ടറുകൾ അത്രയധികം നിരത്തിലിറങ്ങിയ വാഹനമല്ല. തൃശൂർ ജില്ലയിലാകെ എണ്ണം 10,000-നടുത്ത് മാത്രം. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തൃശൂരിലെയും സമീപ ജില്ലകളിലെയും മുഴുവൻ എൻടോർക്ക് സ്കൂട്ടർ ഉടമകളുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. കൊള്ളയ്ക്ക് മുൻപ് ബാങ്ക് പരിസരം മനസ്സിലാക്കാൻ പള്ളി പെരുന്നാളിനെത്തി പ്രതി ഡാൻസ് ചെയ്യുന്ന ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. റോബറി, ഹേസ്റ്റ് സീരീസുകളിലെ എത്ര പെർഫെക്ഷൻ തനിക്കുണ്ടെന്നായിരുന്നു അപ്പോഴെല്ലാം റിജോയുടെ ആത്മവിശ്വാസം. ബാങ്കിലെത്തി 3 മിനിറ്റ് കൊണ്ടാണ് അയാൾ മോഷണം നടത്തി കടന്നത്. കത്തി ചൂണ്ടി മാനേജരെയും മറ്റൊരു ജീവനക്കാരനെയും പൂട്ടിയിട്ടു. ഗ്ലാസ് ഡോറിന് പുറകെ പ്ലാസ്റ്റിക് കസേരയുടെ കാൽ പൊരുത്തിട്ടു. മോഷണ സമയത്ത് ഹിന്ദിയിൽ സംസാരിച്ചതും പ്രതിയുടെ പാളിപ്പോയ അതിബുദ്ധി. ക്യാഷ് കൗണ്ടർ ഇടിച്ചു തകർത്ത് ട്രേക്കുള്ളിൽ വെച്ചിരുന്ന 500-ന്റെ 3 ബണ്ടിൽ നോട്ടുകളെടുത്ത് ബാഗിലിട്ട് പുറത്തിറങ്ങി. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിലുണ്ടായിരുന്നു. മുറിയിൽ പൂട്ടിയിട്ട ബാങ്ക് ജീവനക്കാർ ഫോൺ ചെയ്യുന്നത് കേട്ടതോടെയാണ് പണം മുഴുവൻ എടുക്കാതെ കടന്നതെന്ന് പോലീസ് പറയുന്നു. മോഷണത്തിനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചു വീട്ടിലെത്തുന്നതുവരെ 3 ഇടത്ത് വെച്ചാണ് പ്രതി വസ്ത്രം മാറിയത്. CCTV ക്യാമറകൾ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടായിരുന്നു ഇത്. പക്ഷേ റിജോ കാണാത്ത ക്യാമറകൾ അയാളെ കാണുന്നുണ്ടായിരുന്നു. അന്വേഷണത്തിന് ശേഷം ഇടറോഡുകളിലൂടെ സഞ്ചരിച്ച് തെളിവില്ലാതാക്കാൻ പ്രതി ശ്രമിച്ചു. അതും വിനയായി. ദേശീയപാതയിലെ ക്യാമറകളിൽ നിന്ന് പ്രതിയുടെ അധികം ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയില്ല. സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുവെന്ന മാധ്യമ വാർത്തകൾ പ്രതിയുടെ ആത്മവിശ്വാസം കൂട്ടി. അതുകൊണ്ടാണ് ധൈര്യത്തോടെ കൊള്ളപ്പണം ആവശ്യത്തിന് ചിലവാക്കി വീട്ടിൽ തന്നെ ഇയാൾ കഴിഞ്ഞുകൂടിയത്. വാർത്തകളെല്ലാം TV-യിലും ഫോണിലുമായി കാണുന്നുമുണ്ടായിരുന്നു. പ്രതിയെ ഒരിക്കലും പോലീസിന് പിടികൂടാനാകില്ലെന്ന് വാർഡ് കൗൺസിലറോട് സംസാരിക്കുന്നതിനിടെ സ്വന്തം അഭിപ്രായമെന്ന മട്ടിൽ തട്ടിവിടുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഈ ചർച്ച ചെയ്തിരുന്നു. കള്ളനെയൊന്നും പിടിക്കാൻ കിട്ടില്ല, അത് ഇവിടെയുള്ള കള്ളന്മാരൊന്നും ആയിരിക്കില്ല എന്നുള്ളതിൽ ആള് സംസാരിച്ചത്. കൊരട്ടി ഭാഗത്തിന് ശേഷമാണ് പ്രതി ഊടുവഴികളിലേക്ക് കയറിയത്. പ്രദേശവാസിയാണ് പ്രതിയെന്നും ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും വിട്ടുപോകാൻ സാധ്യതയില്ലെന്നും പോലീസ് ഉറപ്പിച്ചു. 4 സംഘമായി തിരിഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം പല ജില്ലകളിലായി തെരച്ചിൽ തുടരുമ്പോഴും ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും അരിച്ചുപെറുക്കുന്നുണ്ടായിരുന്നു. മൊബൈൽ ടവർ രേഖകൾ, CCTV ദൃശ്യങ്ങൾ, ബാങ്കിൽ സമീപ ദിവസങ്ങളിലെത്തിയവരുടെ വിവരങ്ങൾ എല്ലാം ശേഖരിച്ചു. വസ്ത്രം പലവട്ടം മാറിയിട്ടും ഷൂസിന്റെ സോളിനടിയിലെ ഒരു നിറത്തിൽ നിന്ന് പ്രതിയെ പോലീസ് പിന്തുടർന്നു. ഒപ്പം TVS എൻടോർക്ക് സ്കൂട്ടർ ഉടമകളുടെ വിവരങ്ങളുമായി ഒത്തുനോക്കി. പോലീസ് ഭാഷയിലെ കോമ്പിംഗ് പ്രതിയിലേക്ക് പോലീസിനെ കൃത്യമായി എത്തിക്കുകയായിരുന്നു. ചാലക്കുടിയിലെ വീട്ടിൽ പോലീസ് സംഘം എത്തി വീട് വളഞ്ഞതിനു ശേഷം അകത്തേക്ക് ചെല്ലുന്ന നിമിഷം വരെ താൻ പിടിക്കപ്പെടുമെന്ന് റിജോ ആന്റണി കരുതിയില്ല. പോലീസിനെ കണ്ട നിമിഷം പ്രതി ഞെട്ടിപ്പോയെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. മോഷണം നടന്ന ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകൾ, ജീവനക്കാരുടെയും അവരുടെ പരിചയക്കാരുടെയും വിശദാംശങ്ങൾ,
ബാങ്ക് പരിസരത്ത് അടുത്തിടെ സ്ഥിരമായി എത്തിയ മൊബൈൽ നമ്പറുകളുടെ ഉടമകൾ, ബാങ്കിലെ ക്യാമറയിൽ പതിഞ്ഞവർ, TVS എൻഡോർക്ക് സ്കൂട്ടർ ഉടമകൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അരിച്ചരിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. കൊള്ള നടന്ന് 36 മണിക്കൂറിനകം പോലീസ് പ്രതിയെ വീട്ടിലെത്തി പൊക്കുകയും ചെയ്തു. ഈ മികവിന് നമ്മുടെ പോലീസിന് സല്യൂട്ട്. ന്യൂസ് മലയാളം, തൃശൂർ.